പിന്നെ എനിക്ക് ഒരു അരമുറി തക്കാളി തേങ്ങയല്ല മാങ്ങ. അരമുറി. അപ്പൊ അതിലേക്ക് അരമുറി അതെ, എന്താ ഇവിടെ പണി? ചിക്കൻ കൊണ്ടാട്ടം. ചിക്കൻ കൊണ്ടാട്ടം എന്താ സാധനം? അത് ചിക്കൻ വറുത്തിട്ട് ചിക്കൻ മസാല പറ്റിട്ട് വറുത്തിട്ട് ഒരു ചെറിയ ഒരു ഡ്രൈ ടൈപ്പ് ആയിട്ടാണ്. അടിപൊളിയാണ്. അതാണ് ഇന്നത്തെ റെസിപ്പി. നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമ്മള് മാരിനേഷൻ ആദ്യം ചെയ്യണം. നമ്മുടെ ചിക്കൻ ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിന്റെ മാരിനേഷൻ ഞാൻ കാണിച്ചു തരാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടാ. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തേക്കണത് കാശ്മീരി ചില്ലിയാണ്. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇതിലേക്ക് വേണ്ടത് പകുതി കഷ്ണം നാരങ്ങ. അത് ഇങ്ങോട്ട് പിഴിഞ്ഞ് വയ്ക്കാം. പിഴിഞ്ഞിട്ട് നീര് വരുന്നില്ലല്ലോ. ഇന്നെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാട്ടാ. ഇത് മിക്സ് ചെയ്തിട്ട് 20 മിനിറ്റ് അരമണിക്കൂറോളം അതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. മാരിനേഷൻ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചിക്കൻ നല്ലോണം തിരുമ്മി തേച്ച് മസാലയൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക, റെസ്റ്റ് ചെയ്യാം. അപ്പം അരമണിക്കൂർ കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി ഇനി ഇത് പയ്യെ വറുത്തെടുക്കാം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കാം. ചിക്കൻ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പം ഞാനത് കോരി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അതുപോലെ ഇതുപോലെ എല്ലാം വറുത്തെടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ വറുത്ത ചിക്കൻ്റെ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും ഉണക്കമുളകും അത് വറുത്തെടുക്കുന്നുണ്ട് ചെറിയ തീയിൽ. അപ്പോൾ ഒരു 5-6 പച്ചമുളക് നടുവ് കീറിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3-4 ഉണക്കമുളക്. അധികം വറുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി. ഗാർണിഷിന് വേണ്ടിയിട്ടല്ലേ. ഇത്ര ആയപ്പോഴേക്ക് നമുക്ക് കോരിയെടുക്കാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു. ഈ മുളക് വറുക്കുന്നതിന്റെ കൂട്ടത്തിലേ കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ വറുത്തിട്ടോളൂ കേട്ടോ. എനിക്കിവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ്. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു റിയൽ ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി ഇതിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാനായിട്ട് ചെറുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് സോട്ട് ചെയ്തിട്ട് ചെറിയൊരു ഗ്രേവി, ഒരു സെമി ഗ്രേവി. എന്നിട്ട് ഈ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് പരട്ടിടും. അപ്പൊ ഞാൻ ആ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് എടുത്തേക്കണേ. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് മസാല ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അത് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഇത് ഒരു 3 ഷാലറ്റ്. ഇവിടെ കിട്ടുന്ന ഷാലറ്റ് ഇങ്ങനത്തെ ആട്ടോ. നാട്ടിലാണെങ്കിൽ ചെറുള്ളി എടുക്കാം, ഇല്ലെങ്കിൽ ഇല്ലാത്തൊരു സവാള എടുത്താലും മതി. ഒരു വലിയൊരു സവാള എടുത്താലും മതി. അപ്പൊ ഞാനൊരു 3 ഷാലറ്റ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 പച്ചമുളകും. അപ്പൊ ചൂടായ എണ്ണയിലേക്ക് ആദ്യം ഞാൻ പെരിഞ്ചീരകം ഇടുന്നുണ്ട്. പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടെ ഒരു ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. ചതച്ച് വെച്ചാണ് ഇഞ്ചി വെളുത്തുള്ളി, അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഷാലറ്റ് അരിഞ്ഞ് വെച്ചതും പച്ചമുളകും കൂടെ അതിനകത്തിട്ട് സോട്ട് ചെയ്യാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ ഷാലറ്റും പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. നല്ലൊരു ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നല്ലോണം സോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷാലറ്റ് നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ എടുക്കുന്നത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാലയും മാത്രമാണ്. അപ്പോൾ ഞാൻ ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. കാരണം ചിക്കനിൽ ഓൾറെഡി മസാല ഉണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 1/2 ടീസ്പൂൺ
മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ സ്പൈസി ആവശ്യമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ ആഡ് ചെയ്യാം. ഞങ്ങൾക്ക് എക്സ്ട്രാ സ്പൈസി വേണം, അപ്പോൾ കുരുമുളക് പൊടിച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യണം. ഇത്രയും മതി. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം, കാരണം അധികം ഗ്രേവി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം ചിക്കനിലേക്ക് മസാലയ്ക്ക് ഒന്ന് നല്ലോണം പുരട്ടാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം 1/2 കപ്പ്. അല്ലെങ്കിൽ മസാല നമ്മൾ ചിക്കനിൽ മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം എല്ലാവിടേക്കും ആവില്ല. ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുതായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഇട്ട് ആഡ് ചെയ്യാം. അപ്പം മസാല റെഡി ഉണ്ട്. ഇനി നമ്മുടെ ചിക്കനിലേക്ക് തട്ടാം കേട്ടോ. ഞാൻ ചിക്കൻ തട്ടാന്ന് ഉദ്ദേശിച്ചത് ചിക്കൻ മറച്ചിടാം, ചിക്കൻ അതിലേക്ക് ഇടാം. ഇലക്കാൻ സ്ഥലമില്ല, പാത്രം ചെറുതായി പോയി. ചൂടാണ്ട. ചിക്കൻ കൊണ്ടാട്ടം റെഡിയുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയണമെന്നില്ല, ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഇതാണ് ചിക്കൻ കൊണ്ടാട്ടം. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണം, കമന്റ് ബോക്സിൽ പറയണം.